നമ്മുടെ കോഴിക്കോട് ഷെഫ് പിള്ളേൻ്റെ പുതിയ ഔട്ട്ലെറ്റ് വന്ന കാര്യം നിങ്ങളറിയോ? ഇന്ന് ഞാൻ വയറും വാടക എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. കുറേ നാളായിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇന്നാണ് അതിന് മാത്രമല്ല അവിടുത്തെ ഒരു ഷെഫ് എന്നെ നേരിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റും കൂടി ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ ബടായിട്ട് തോന്നിയെങ്കിലും സംഭവം ശരിയാണ്. കാരണം വേറൊന്നുമില്ല, എൻ്റെ മദറിലും അവിടുത്തെ ഒരു കുട്ടി ഷെഫാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്നിനൊന്നും മെച്ചായിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മിററായിരുന്നു കേട്ടോ. എല്ലാ ഭാഗത്തും എവിടെ നോക്കിയാലും ഒരു മിററെങ്കിലും ഇല്ലാതെ നിൽക്കില്ല. നമ്മളെ ഗേൾസിന് പിന്നെ മിറർ പണ്ടേ ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ മദറല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളപ്പവും കടായി പനീറും പിന്നെ ചിക്കൻ ബിരിയാണി, കടലുണ്ടി ചിക്കൻ ഫ്രൈ, ഫലൂദ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ മെയിൻ സിഗ്നേച്ചർ ആയിട്ടുള്ള ഫിഷ് നിർവാണി വെള്ളപ്പം ഇരുന്നിട്ട് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കടലുണ്ടി ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അതങ്ങനെ ടേബിളിൽ വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് അത്ര കിട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ബിരിയാണി കൂടെ ട്രൈ ചെയ്തു. അതിന് പ്ലേറ്റ് നല്ല ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഡെസേർട്ടിലേക്ക്. ഇതാണ് അവിടുത്തെ ഹൽവ തേൻമിഠായി ഫലൂദ കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ ഫ്ലേവറും നന്നായിട്ട് എടുത്ത് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം അടിപൊളിയാണുള്ളത്. നെക്സ്റ്റ് ഒരു പുഡിംഗ് ആയിരുന്നു വാങ്ങിച്ചത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു പുഡിംഗ് ലവർ അല്ലെങ്കിലും ഇത് കൊള്ളാമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.